കൂരി തല തന്നെ ആയിക്കോട്ടെ. ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ വലവീശൽ കുമ്പളങ്ങിയിൽ വലവീശാൻ പോയതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. അന്ന് പിടിച്ച കുറച്ച് മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കൂരി മാത്രം എടുത്ത് നമ്മൾ കറി വെക്കുക. അപ്പോൾ കൂരി ഇത് തേച്ചെടുക്കണം, കല്ലിട്ട് തേച്ചെടുക്കണം. അതാണ് ഏറ്റവും വലിയ പണി. നമുക്ക് ആദ്യം കൂരി തേച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കൂരി തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മീനൊക്കെ വെട്ടിക്കഴുകി ഏകദേശം നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കിടക്കാം. ഇന്ന് കുക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ചേച്ചി കേട്ടോ, ഷെല്ലി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലാസ്റ്റ് കാണിക്കാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാം. ബാക്കിയൊക്കെ പറഞ്ഞോണം കേട്ടോ. ഇനി എനിക്ക് വലിയ പിടിപാടില്ല, ഇനി പറഞ്ഞോണം. മീൻകറി ആയതുകൊണ്ട് മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത്. ആദ്യം ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. തീ അല്പം കൂട്ടി വെക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് സാധനങ്ങൾ ഓരോന്നായി ഇടാം. ഇപ്പോൾ എണ്ണ അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായി സാധനങ്ങളൊക്കെ ഇടാം. ആദ്യം നമ്മൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില നന്നായി നമുക്കൊന്ന് ഇളക്കാം. അത് അവിടെ നിന്നൊന്ന് വാടട്ടെ. ആ സമയത്ത് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. നമ്മൾ ഇതിന് വേണ്ട പൊടി ഐറ്റംസ് എല്ലാം നനച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം ആവശ്യത്തിന് മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവനുസരിച്ച് മുളക് പൊടി, ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നനക്കാം. ഇത് കരിയാതിരിക്കാനാണ് നമ്മൾ നനക്കുന്നത്. നമ്മുടെ മസാല അപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇടാം. ഇത് ചെറിയ തീയിൽ നന്നായി വാടി വരണം. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ആവശ്യത്തിന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ചു വരണം. പുളിയെല്ലാം നല്ലോണം ഇളകി നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ നന്നായി വെന്ത് വരുന്നതിനായി തീ അല്പം കുറച്ച് നമുക്ക് കറി ഒന്ന് മൂടി വെക്കാം. ഇത് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ചട്ടി നമുക്കൊന്ന് ചെറുതായി അനക്കി കൊടുക്കാം. മീൻ അത്യാവശ്യം നന്നായി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കാം.
മീൻ പൊടിയാതിരിക്കുന്നതിനാണ് നമ്മൾ ഇങ്ങനെ ഇളക്കുന്നത്. അരമുറി തേങ്ങയുടെ ആദ്യത്തെ കട്ടിപ്പാലാണ്, 1-ാം പാലാണ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചവേപ്പില കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചവേപ്പില എപ്പോഴും കറിക്ക് നല്ലൊരു മണവും നല്ലൊരു രുചിയും നൽകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച കൂരിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം എന്നല്ല, ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 2 കഷ്ണം മീനെടുത്ത് ഈ പ്ലേറ്റിലോട്ട് വെച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് ടേസ്റ്റ് ചെയ്തേനെ. എടുത്ത് വെച്ചോ, കൂരി തല തന്നെ ആയിക്കോട്ടെ. ഇനി കുറച്ച് ചാറും കൂടെ അതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഓക്കെ. നല്ല ആവി വറക്കുന്നുണ്ടല്ലേ, ചൂട് കൂരിക്കറി. ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഷെല്ലി, എൻ്റെ ചേച്ചിയാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. എന്നാലും ഞാൻ അങ്ങനെ ഇപ്പൊ വീഡിയോയിൽ മാത്രമേ ചേച്ചി എന്ന് പറയത്തുള്ളൂ. ഞാൻ എപ്പോഴും പേരെ വിളിക്കുക, അല്ലെങ്കിൽ എടി പൊടി. ഭയങ്കര ബഹുമാനമാണ്. ഞങ്ങള് കുടുംബത്തെ എല്ലാവരും അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. അപ്പം ഷെല്ലി ചേച്ചിയുടെ കൂരിക്കറി നല്ല ചൂടാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇച്ചിരി ചാറിൽ ഈ കൂരിയുടെ ആ ഒരു മാംസം ഇങ്ങനെ ചാറിൽ തന്നെ മുക്കിയെടുത്തിട്ട്, പ്രത്യേകിച്ച് ആ ലാസ്റ്റിൽ വന്ന ആ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു രുചി കിട്ടണമെങ്കിൽ ചാറിൽ ഇച്ചിരി ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഒന്നും പറയാനില്ല, അടിപൊളി. കറക്റ്റ് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഒറ്റയിരിപ്പിന് ഒരുപടി ചോറ് ഇരുന്ന് അങ്ങ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചോറ് വേണ്ടെന്ന് പറഞ്ഞു. തേങ്ങ അരച്ചല്ലേ? ശരിക്കും കൂരിയുടെ ചോറ് തന്നെ കേട്ടോ, അല്ലേ വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൂരിയുടെ നല്ല ചോറും അതുപോലെ ഇച്ചിരി ചാറും ഒഴിച്ചൊരു കൂരിയായിട്ട് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇച്ചിരി എടുക്കുന്നത് നിറച്ചെടുക്കാൻ ഭയങ്കര ചൂടായിട്ടാട്ടോ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കൈ ഇങ്ങനെ പൊള്ളി പോവാം. കണ്ടല്ല, നേരെ ഇങ്ങനെ പാത്രത്തിലോട്ട് എടുത്തിട്ടാ. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്ക്. വെച്ച കളിക്ക് അഭിപ്രായം പറയട്ടെ. ഉപ്പും പൊടിയും എല്ലാം പാകത്തിലുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? അപ്പം ഇതിനെല്ലാം സ്പെഷ്യൽ താങ്ക്സ് ഇപ്പോഴും ആന്റിയപ്പൊക്കെ തന്നെ ആട്ടോ. ആന്റിയപ്പായിട്ട് നിങ്ങളാ ആ വീടുകളിലുള്ള വിഷ്വൽസ് ഇല്ലേ, നമ്മളാ മീൻ വല വീശുന്നതിനുപരി എനിക്ക് ആ പാലത്തിൻ്റെയൊക്കെ അടിയിൽ പോകാൻ പറ്റിയത് വലിയൊരു കാര്യം കേട്ടോ. കാര്യം ആർക്കും അതൊക്കെ എത്ര പേർക്ക് ഇങ്ങനെ പോകാൻ പറ്റുമല്ലേ. അപ്പൊ നമ്മളതെ വല വീശി മീൻ പിടിച്ച് കറി വെക്കുന്ന ആ ഒരു സീരീസ് 2-ാം ഭാഗം എപ്പിസോഡ് 2 ഇവിടെ കൊണ്ട് തീരുവാണ്. അപ്പൊ ഇനി ഇതേപോലുള്ള കുക്കിങ്ങും ഫിഷിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ.